ഞാനാ വിളിച്ചത്. ഇന്ദ്രജിത്ത്. നമസ്കാരം സർ. ഞാൻ പലരുമായിട്ട് സംസാരിച്ചു. ആ, എല്ലാവർക്കും അറിയാം ശരത്താണ് പലതും ചെയ്യുന്നത്. പക്ഷേ ഒരു തെളിവ് പോലും ആരുടെയും കയ്യിലില്ല. ഊഹാപോഹങ്ങൾ മാത്രം പോരല്ലോ. വാലിഡായ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവനെ ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം, ഏതെങ്കിലും ഒരു തെളിവ് ദേവികയുടെ കയ്യിലുണ്ടോയെന്നറിയാനാ ഞാൻ വന്നത്. കുറെ സംശയങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെ കുറെ സാഹചര്യ തെളിവുകൾ. നേരിട്ടവൻ പല വെല്ലുവിളികളും നടത്തിയിട്ടുണ്ട്. അതൊഴിച്ചാൽ ഒന്നും എൻ്റെ കയ്യിലില്ല. അതാണ് പ്രശ്നം. വെല്ലുവിളിച്ചു എന്ന് ദേവിക പറയുന്നു. ഇല്ലെന്നവൻ പറഞ്ഞ അവിടെയാണ് തെളിവുകളുടെ പ്രസക്തി. ദേവികയ്ക്ക് അറിയാലോ, സംസ്ഥാന പോലീസ് അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടാതിരുന്ന കേസായിരുന്നു. നടേശൻ, റൂബി, അവരുടെ മരണങ്ങൾ പോലും സംസ്ഥാന പോലീസിന് തെളിയിക്കാൻ പറ്റിയില്ല. ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ തെളിയിച്ചു കളയാം എന്നൊരു ആത്മവിശ്വാസമായിരുന്നില്ല. മറിച്ച് തെളിവുകളുടെ അഭാവമായിരുന്നു ഞങ്ങളെ കുഴക്കിയത്. SP റാങ്കിലുള്ള ഞാൻ ഈ കേസ് അന്വേഷിക്കേണ്ട ആളെയല്ല. എന്നിട്ടും ഞാൻ ഇതിന് മുതിർന്നത് മരിച്ചത് 2 പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട്. കാക്കിയിട്ടവരെ കൊന്നിട്ട് ഒരുത്തനൊന്നും സംഭവിക്കാത്തതുപോലെ ഞെളിഞ്ഞു നടക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ നിരാശ മാത്രമാണ് പറഞ്ഞത്. ദേവികയുടെ കയ്യിലെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി. ഇല്ല, ഒന്നുമില്ല. പോലീസിന് പോലീസിൻ്റെതായ ചില രീതികളില്ലേ സർ? ആ വഴി തെരഞ്ഞെടുത്തൂടെ? 3-ാം മുറയാണോ ഉദ്ദേശിക്കുന്നത്? ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. ഞങ്ങൾ അത്തരം ഏർപ്പാടുകളൊക്കെ ഉപേക്ഷിച്ചിട്ട് എത്രയോ കാലമായി. ആ, സാരമില്ല. വേറൊരു വഴി എൻ്റെ മുന്നിൽ തെളിയുന്നുണ്ട്. ഞാനെന്തായാലും ശരത്തിനെ ഒന്ന് കാണാം. എന്നിട്ടൊരു നമ്പർ ഇറക്കി നോക്കാം. ചിലപ്പോ വിജയിച്ചാലോ? അത് വിജയിക്കാൻ ഞാനും പ്രാർത്ഥിക്കാം സർ. കാരണം ശരത്തകത്ത് പോകേണ്ടത് എൻ്റെ ഒരു ആവശ്യം. എൻ്റെ ഭർത്താവിനെ കൊന്നതും അവനാണ് സർ. സാറിന് വിജയിക്കാൻ പറ്റട്ടെ. താങ്ക് യു. ഞാൻ ഈ കേസിൽ ഇടപെടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ദേവികയാണ്. ഞാനോ? അതെ, സിദ്ധാർത്ഥൻ എൻ്റെ സുഹൃത്താണ്. നിങ്ങൾ തമ്മിലുള്ള അടുപ്പമൊക്കെ എനിക്കറിയാം. അധികം വൈകാതെ വിവാഹിതരാകാൻ പോകുന്ന നിങ്ങൾക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റ് ആയിരിക്കും ശരത്തിൻ്റെ അറസ്റ്റ്. ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് കൊള്ളില്ലമ്മേ. ഡോക്ടറെ കാണുന്നതാ നല്ലത്. മുത്തശ്ശിയൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയാലോ മോനെ? എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. ഞാൻ പോയിട്ട് വരുമ്പോൾ ഒരു ഓയിൻമെന്റ് മേടിച്ചോണ്ട് വരാം. അത് തേക്കുമ്പോൾ മാറിക്കോളും. അതുവരെ മുത്തശ്ശി എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ മോനെ? ആ വളയമാല ഒന്ന് ഊരി വെക്കാം. വളയമാല ഊരി വെക്കുന്ന എന്തിനാ? ഞാനതൊന്നും ചെയ്യില്ല. വേറെ എന്ത് വേണേലും ചെയ്യാം. ഡോക്ടറെ കാണണമെങ്കിൽ കാണാം. ഓയിൽമെന്റ് തേക്കണോ? തേക്കാം. മാലയൊന്നും ഊരുന്ന പ്രശ്നമില്ല. ചിലപ്പോ അതിന്റെ വല്ല അലർജി ആയിരിക്കും മുത്തശ്ശി. ഇത്രയും കാലം ഇട്ടിട്ട് ഒരു അലർജി വന്നിട്ടില്ലല്ലോ. ഇപ്പൊ തണുപ്പാലല്ലേ മുത്തശ്ശി, ഈ സമയത്ത് അലർജി കൂടാറ്. എനിക്ക് ഒരു അലർജി ഇല്ല. ആഭരണം ഊരാൻ അമ്മ സമ്മതിക്കില്ല ശരത്തെ.
നീ ചെന്ന് ഓയിൽമെന്റ് വാങ്ങിച്ചിട്ട് വാ, അത് തേച്ച് നോക്കാം. ശരി അമ്മ. അമ്മേ, ഇനി സ്വർണത്തിന്റെ അലർജി ആയിരിക്കും.